ഒരു മറവിക്കും വിട്ടുകൊടുക്കില്ല. ഡിസംബർ 6 ഇന്ത്യയുടെ മതേതരത്തിന് ഏറ്റവും വലിയ മുറിവ്, ഇന്ത്യൻ ജനാധിപത്യത്തിന് ഏറ്റവും വലിയ മുറിവ്, ഇന്ത്യയുടെ കറുത്ത ദിനം, ഇങ്ങനെ പല രൂപത്തിലും അല്ലേ. മഹാത്മാഗാന്ധിയെ കൊന്ന ഘാതകർ തന്നെയാണ് ഇതും ചെയ്തത്. രണ്ടും ഇന്ത്യയുടെ ഏറ്റവും വലിയ നഷ്ടം. ഒന്ന് രാഷ്ട്രപിതാവിൻ്റെ നഷ്ടം, കൊന്നത്. മറ്റൊന്ന്, ഇതൊന്നും ചെയ്യാൻ പാടില്ല, ഈ രാജ്യത്തിന് എല്ലാവർക്കും, ഏത് മതക്കാർക്കും എല്ലാ അവകാശങ്ങളോടും കൂടി ജീവിക്കാൻ അർഹതയുണ്ട്, അവകാശമുണ്ട് എന്ന് ഉറക്കെ പ്രഖ്യാപിച്ച ആ മഹാനുഭാവനെ കൊന്നുകളഞ്ഞ അതേ ആൾക്കാർ ഇന്ത്യ രാജ്യത്തിൻ്റെ, ഈ ഭാരതാംബയുടെ തായികകുടമായ, ജാതി മതഭേദമന്യേ എല്ലാവരും സ്നേഹത്തോടെ ആദരവോടെ നോക്കിക്കണ്ട ബാബരി മസ്ജിദിൻ്റെ തായികക്കുടം തച്ചു തകർത്ത നിമിഷം അല്ലേ. 33 വർഷം തികയാണ്. പക്ഷേ സംഘപരിവാര സമയം ഇവിടെ ഇപ്പോഴും അവിടെ എല്ലാ ഒളി അജണ്ടയുമായിട്ട് തന്നെ മുന്നോട്ട് പോവുകയാണ്. അവർ നന്നാവുന്ന ലക്ഷണമില്ല. ഞാനിത് പറയുമ്പോൾ ഓർമ്മ വരുന്നത് നമ്മുടെ കൈതപ്പുറത്തിൻ്റെ 2 വരികളാണ്. 1990 ഇത് പൊളിക്കുന്ന ആ സമയത്ത് തന്നെ അദ്ദേഹം എടുത്തൊരു സിനിമയുടെ ഒരു സന്ദർഭമുണ്ട്, സല്ലാപം എന്ന് പറയുന്ന മമ്മൂട്ടിയുടെ എന്തോ ഒരു. പക്ഷെ അതിൽ അദ്ദേഹം ഉണ്ടാക്കിയൊരു വരികൾ, ഒരു പാട്ടുണ്ട്. പക്ഷെ ആ പാട്ടിൽ പറഞ്ഞ 2 വരികൾ വളരെ പ്രസക്തമാണ്. ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നുണ്ട്, ബാബരി പൊളിക്കുന്ന അല്ലെങ്കിൽ പൊളിച്ച ആ ഒരു സമയത്താണ് അദ്ദേഹം ഈ ഒരു ഷൂട്ടിംഗ് നടത്തുന്നത്. അപ്പം അതിൽ 2 വരികളുണ്ട്. എന്താണെന്നറിയോ? രാമായണം കേൾക്കാതെയായി രാപ്പാടികൾ പാടാതെയായി അല്ലേ. സത്യമാണ്. അതായത് ഈ ബാബരി തകർന്നത് സത്യത്തിൽ ഭഗവാൻ രാമന് പോലും ദഹിച്ചിട്ടില്ല, അതിഷ്ടമായിട്ടില്ല. ആ ഒരർത്ഥത്തിലേക്കാണ് അദ്ദേഹം ആ വരികൾ കൊണ്ടുപോയത് അല്ലേ. കിളികളുടെ ശബ്ദം പോലും നിലച്ചു പോയി. കാരണം ഇന്ത്യയുടെ, ഭാരതത്തിൻ്റെ ഒരു തായികക്കുടം, ഒരു പൈതൃകത്തെയാണ് തച്ചുടച്ചത്. ഏതായാലും ഡിസംബർ 6 33 വർഷം തികയാണ്. ഒന്ന് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം.